ഹലോ ഗൈസ്, ഒറ്റ മൈൻഡ് തീരുമാനമാണ്. ഇപ്പൊ ഈ അമ്പലമുക്കി കൂടെ പൊക്കേണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞ, ചേച്ചി ഊട്ടി പോകാൻ പോകുന്നു. ചേച്ചി പറഞ്ഞു ഊട്ടി പോണേക്കാളും അടുത്തുള്ള നമുക്ക് പൊന്മുടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പൊന്മുടി പോകാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഒരാളെയും കൂടെ തൂക്കാണ്ട് ഗൈസ്. അപ്പോൾ നേരെ അത് ഈ കാറിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആരാണെന്ന്. ഓക്കെ, അപ്പം ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ആരെയാണ് വിളിക്കാൻ വന്നതെന്ന്. ഇപ്പോൾ വരും. ഈ പുഴയും കടന്ന് റോഡും ചാടി ഒരാളിപ്പോൾ വരും. നോക്കിക്കോണേ, കോമഡി ആയിരിക്കും. ഇവിടെ ബബ്ബ പഠിക്കുന്ന ലോക്ക് ചെയ്ത് വെച്ചെടുക്കാൻ കേട്ടോ ഡോറ്. നോക്കിക്കോ, എവിടെ തിരിച്ചു കയറി പോയാ? ക്രോസ് ചെയ്തില്ലല്ലേ? ക്രോസ് ചെയ്തില്ല അവള്, ക്രോസ് ചെയ്തില്ല. അതോ ഒരു ഫ്രീ കത്തിയാണ് അവരിപ്പോ. നോക്കിയാ ഈ സൈഡാണ്. നോക്കിയോ, ഇപ്പൊ നോക്കിയത് അവര് ചേട്ടാ പൊതിയെ കൊണ്ടല്ലേ എന്ത് റെഡി അത്? അപ്പോ ഞാൻ കഴിയില്ല. നമ്മൾ എവിടെ പോണം രാവതി? നിന്റെ സീരിയൽ ലൊക്കേഷൻ കാണാനാണ് നമ്മള് പോണ. ഓ സർപ്രൈസ്, വണ്ടർ അടിച്ച്. ഇതിലേ പോകാൻ പറ്റുമോ? എനിക്കിനി അങ്ങോട്ട് പോണ്ട. ഒരു വർഷം മുന്നേ എന്താരെങ്കിലും പൊന്മുടി കൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരു വർഷം മുന്നേ ഇതുവരെയായിട്ട് പൊന്മുടി പോയിട്ടില്ല. പക്ഷെ പോയി തുടങ്ങിയതിന് ശേഷം എല്ലാ മാസവും ഞാൻ അതിൻ്റെ ശരിക്കും അങ്ങോട്ടാ. പിന്നെ വേറെ കൂടെ റൂട്ട് മാറ്റണോ? നമ്മൾ കാട്ടിലെ കടയിലെത്തി. ഇതാണ് കാട്ടിലെ കട. നീ കണ്ടിട്ടുണ്ടോ? നീ ചുമ്മാ സീരിയലിൽ കണ്ട് നടന്നപ്പോ ഇതാണ് കാട്ടിലെ കട. മനസ്സിലായോ? നീ വനാന്തരങ്ങൾ തേടി നിനക്ക് അറിയായിരിക്കും. എന്നാ ഉപരോധിക്കണേന്ന് എന്നെ പറഞ്ഞാണ്ടോ അവള്? എന്തിനാ പറഞ്ഞ? അപ്പൊ കണ്ടിട്ടുണ്ടോ അവളെ? ഇപ്പൊ ശരിയായി തരാം. അത് അമ്മമ്മക്കൊക്കെ അറിയായിരിക്കടേ. അത് ഇപ്പൊ ശരിയായി തരാം അല്ലേ? അകത്ത് കയറിയിട്ട് ശരിയാക്കി തരാം നിന്നെ. നമ്മൾ എവിടെ എത്തി? കാട്ടിലെ കട. കണ്ണിലുണ്ണിയാണ് കണ്ണനാണ്. അങ്ങനെ പാടാം. കൊച്ചു തുണ്ടനാണോ? കൊച്ചു കുണ്ണിയല്ലോ. എന്താണ് അങ്ങനെ എന്തല്ലേ പറയണ? കൊച്ചു കുറുമ്പനാണ് എന്നല്ലേ? വിശക്കണ്. ഇത്ര നേരെയില്ല. ഇന്നലെ രാത്രി കഴിച്ച ഇതുവരെയൊന്നും കഴിച്ചിരുന്നില്ല. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചാ? രാവിലെ നീ എന്ത് കടി രാവിലെ കഴിച്ച? ഞാൻ രാവിലെ അപ്പവും കടലക്കറിയും. ആൻറ്റി ചിക്കൻ തോര ഉണ്ടോ ആൻറ്റി? അത് കഴിക്കാനാണ്. ചിക്കൻ തോരനാണ് സ്പെഷ്യൽ. അല്ലേ? പിന്നെ സലാഡും പൊരിച്ച മീൻ. ഹായ് ആൻറ്റി. ഹായ്. ഇതല്ലേ കൂവയല്ല? നീ എന്തിനാണ് ഇപ്പൊ വന്നത്? മാങ്ങാച്ചാർ എങ്ങനെയുണ്ട്? ഇത് നീ ഇട്ടതല്ലേ ബ്ലാക്ക് സ്പോട്ട്? എനിക്ക് മേടിക്കണം ബ്ലാക്ക് സ്പോട്ട്. ആൻറ്റി കുറച്ചുകൂടെ തരും അവിയല്. എന്താണ് ഉണ്ടായിരിക്കണത്? എന്തെങ്കിലും പറയും.
ചമ്മന്തി എനിക്കും വേണം. അന്നില്ലായിരുന്നു. കുറച്ചുകൂടെ തരുമോ? കൊഞ്ച് ചമ്മന്തി. കപ്പ രണ്ടാമത് ചോദിച്ചത് ആര് ഇതല്ലേ? എന്ത് ടേസ്റ്റ് കൊള്ളാല്ലേ? കൊഞ്ചുപൊടിയാണ്, കൊഞ്ചുപൊടി. കൊഞ്ചപ്പൊടി, കിഴങ്ങും കുറച്ച് സലാഡും കുറച്ച് മാങ്ങ അച്ചാറും എടുത്തു വന്നു. സ്വർഗം അല്ലേ? മീൻ കറി എടുത്തു ഇത് ഒഴിച്ച് കുറച്ച് കിഴങ്ങ് ഒഴിച്ച് മീൻ കറി ഇഷ്ടമില്ല. ചിക്കൻ തോര മതി. ചിക്കൻ തോരയോടെ ചിക്കൻ തോര ഇതാണ് ചിക്കൻ തോര. ചിക്കൻ തോര സെറ്റ്. നല്ല ചൂര എന്നിട്ട് അവൻ തന്നില്ല. അതാരണല്ലേ തരാത്ത. എല്ലാരും എണീറ്റു, മാത്രം തീർന്നില്ല. മതി, എല്ലെങ്കിലും ബാക്കി വയ്ക്ക്. ഒരു ആഹാരം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഉറക്കം അത് നിർബന്ധം. അപ്പൊ വണ്ടി ഓടിച്ചോണ്ട് പോകും. എങ്ങനെയുണ്ടായിരുന്നു? കിട്ടില്ല ഫുഡാണ്. ഫുഡ് ഇവര് മറ്റേ ബാക്കി ജില്ലക്കാർക്ക് അറിയാമോന്ന് അറിയത്തില്ല, ഒരു മണമുള്ള മുളകുണ്ടല്ലോ, തുണ്ടമുളക്, ഒടങ്കല്ലി മുളക് കൂടുതലും കറിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഭയങ്കര രസമുണ്ട്. സലാഡിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കൊഞ്ച് ചമ്മന്തി, കൊഞ്ചുപൊടി തോരൻ, കൊഞ്ചുപൊടി ചമ്മന്തി ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എന്താണ്, ചിക്കൻ തോരൻ. സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ഫുഡ് കഴിച്ച് മടുത്ത് ആ ഒരു മടുപ്പ് തോന്നൂല, ഭയങ്കര തൃപ്തിയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലേ? അല്ലേ? ഓക്കെ, ഇനി നമ്മള് കപ്പലണ്ടി വാങ്ങിക്കാൻ പോകുന്നു. നമ്മൾ ഇത്രയും കപ്പലണ്ടി മുട്ടായി മേടിച്ചു. ഇത്രയും കപ്പലണ്ടി മുട്ടായി മുട്ടായി പിടിച്ച മുട്ടായി മുട്ടായി നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഇനി നമ്മൾ ഇത്രയും തിന്ന് മല കയറാൻ പോവുകയാണ്. നേരെ പോയി നിർത്തുമോ? അത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ബ്ലോക്ക് ചെയ്തേക്കൂല്ലേ? ക്ലൈമറ്റ് ഉണ്ട് അല്ലേ? ഈ പാലം പണി നടക്കണോണ്ടാണ് നമ്മൾ അത്രയും ദിവസം നമ്മൾ അങ്ങനെ കറക്കി വിട്ടോണ്ടിരുന്നത്. പാലം പണി കഴിഞ്ഞു. നമ്മളെ പൊന്മുടി എത്തിയപ്പോ ഫുള്ള് മഴ. കാണ്ട് നോക്കി, ചുരം കയറുന്ന നേരത്ത് ഫുള്ള് മഴ. അയ്യോ, അങ്ങ് ചെല്ലുമ്പോ എന്തായിരിക്കും എന്ന് അറിഞ്ഞൊരു അവസ്ഥ. നമ്മള് കൃത്യം 3 മണിയായി. നല്ല മഴ. ഇത് മഴയല്ല ഗൈസ്, ഇതാണ് നമ്മളെ കോടയില്ലേ, കോടമഞ്ഞിന്റെ വെള്ളമാണ്. ആലിപ്പഴം എന്ന് പറയും നമ്മൾ. എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. ഇങ്ങോട്ടാണ് നമ്മുടെ
ഈ പുഴയും കാണുന്നത് ശരിയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അറിവോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, പോണ വഴിക്ക് പേരയുണ്ട്, മാവില് മാങ്ങയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോണ വഴിക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് മാങ്ങയും പേരക്കൊക്കെ കട്ട് തിന്ന് 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 പോകും. അപ്പൊ എല്ലാം റെക്കോർഡായി, ഇതിനകത്തൊന്നും ഇല്ല. ഉണ്ട് ആ പിന്നെ തിരിക്കാൻ പറ്റുമോ? ആ ഇതിൻ്റെ അകത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ടോ? ഓക്കെ, ഇതുണ്ടല്ലോ എൻ്റെ പേരെന്തോ തേയില ഫാക്ടറി ഉണ്ട്. അമ്പനാട് വന്നിടങ്ങല്ലേ അല്ലേ? ഞങ്ങക്ക് ഹിൽ സ്റ്റേഷൻ വന്ന എല്ലാം അമ്പനാടാണ്. നേണ്ട സ്നേഹതീരം, ഇതിന്റെ മേളിലാണ് സ്നേഹതീരം. പോകാൻ പറ്റുമോ? പോയ വണ്ടി തിരിഞ്ഞാ പറ്റൂലേ? വഴിയുണ്ടോ? അയ്യോ വേണ്ട, ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്താ വണ്ടി? ഇനി അങ്ങോട്ടൊന്നും ഇല്ലല്ലേ? വെള്ളച്ചാട്ടമുണ്ട്. ഓ രേവതിയില് രാവിലെ വെള്ളച്ചാട്ടം. രേവതിയുടെ വെള്ളച്ചാട്ടം. നമ്മുടെ വീട്. നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി. പക്ഷെ ഇതിന്റെ താഴെ ആണെങ്കിൽ ആ ഒരു അമ്പലമുണ്ട്. എന്റെ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് നേരെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്നാണ് അവിടെ വെയിൽ ഇവിടെ ഇത് കണ്ട. ഓ 1x 2x 5x 3x ഒക്കെ ഫ്രിഡ്ജിനകത്ത് കയറിയ ഒരു ഫീൽ അല്ലേ? ഫ്രീസറിൽ തണുപ്പുണ്ടാടി വെളിയില്. ഫ്രിഡ്ജിന്റെ അകത്തൊക്കെ ഇരുന്ന് പോണ പോലെ. എന്റെ അമ്മ എന്തൊരു തണുപ്പ്. എടി ആരെങ്കിലും വണ്ടി ഓടിച്ചാൽ ഞാൻ കുറച്ച് ഞാൻ ഓട്ടിക്കാം. അമ്മേ മേഡം ഞാനും കൂടെ തലവലിട്ടോ. വേണ്ട, ആ പിന്നല്ല അല്ലെങ്കിലേ അവൾക്ക് ബാലൻസ് ഇല്ല, അല്ലെങ്കിലേ ബാലൻസ് ഇല്ല. ഞാനും നിന്റെ കുഞ്ഞമ്മയും ഐസ്. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ ടോപ്പ് എൻഡിൽ നിൽക്കുകയാണ് അല്ലേ? നോക്ക്, അയ്യോ രണ്ടാളും റോഡിന്റെ നടുക്ക് വരുന്ന നിർത്ത് നിർത്ത് നിർത്ത്. വീഡിയോ എടുക്കാൻ പൊന്മുടിയിലാണ് ഗൈസ്. നല്ല ക്ലൈമറ്റ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരണം എന്നുണ്ട്. പക്ഷെ കോഡ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട്? കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ടൈമാണ്. കാരണം തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഒന്നും കാണത്തില്ല. രണ്ടുപേരും അഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം കാണാൻ പറ്റൂല. ആരും കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വന്നിരുന്നാലും സാരമില്ല. തിരിച്ചു പോകുമ്പോൾ വേറൊരു കപ്പിളുമായിട്ടൊക്കെ പോവാം, സെറ്റായിട്ടൊക്കെ പോവാം. അല്ലേ അബി? അബി ഇതോ അവിടെ പിള്ളേർ ട്യൂൺ ചെയ്യുന്നുണ്ട് ഗൈസ്. ട്യൂൺ ചെയ്യാനാ? മേളില് കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടല്ലേ? മൊത്തം മഞ്ഞും കോടയൊക്കെ ആയിരുന്നു. നമ്മൾ ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവരെ കൊണ്ടുപോയിട്ടൊന്ന് പേടിപ്പിച്ചിട്ട് വരാം. ആരെ? എന്റെ കൂടെ വന്നതാണ് ഏറ്റവും വലിയ പേര്. സൗണ്ട് കുറച്ച് സൗണ്ടുകൾ കേൾപ്പിച്ചു തരാം. വെള്ളം, കിളികൾ, ആ സൗണ്ടുകളല്ലേ? മറ്റേ മരങ്ങളുടെ ഒച്ച. പിന്നെ ഇത് ഓയ്യാ ഈ സ്പോട്ട് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. വേണ്ട നോക്ക്, വാവ്, എൻ്റെ അമ്മ, നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം അല്ലേ ഇത്?
നല്ല തണുത്ത വെള്ളം. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഈ പെണ്ണ് വയറും വാടക എടുത്തോണ്ട് വന്നേക്കാണ് തിന്നാൻ വേണ്ടിട്ട്. വയറും വാടക എടുത്തോണ്ട് വന്നേക്കാണ്. എവിടെ ചെന്നാലും തിന്നണമെന്ന് പറഞ്ഞോണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തോന്ന് പറഞ്ഞ? ഞാൻ ബ്രെഡ് ഓംലെറ്റും മാഗി പിന്നെ 2 കാരക്ക. ഓക്കെ. ഇല്ല പീസ് അല്ല, വേറെ വയറ് കടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ മറ്റേതല്ല. എന്റെ യൂട്യൂബിലേക്ക് ബ്രോ വേറെ വീഡിയോ നമ്മളെ കയ്യിലുണ്ടോ? വേണമെങ്കിൽ വേറെ എവിടെ ഇറങ്ങി വന്ന കാല് വിരലിന്റെ ഇടയിൽ നോക്കണം. അതിന്റെ ഞാൻ വെച്ചേ ഞാൻ വെച്ചേ ഇതിന് വെള്ള മീനാന്ന്. വെള്ള മീനില്ലല്ലോ ഇതിന് ബ്ലഡ് ബ്ലഡ്. അയ്യോ തരൂല. ഞാൻ അതുകൊണ്ടല്ലേ കൈ കൊണ്ട് വെച്ച് പിടിച്ച. ഇതേതൊന്നും ഉണ്ടാകുന്ന ആദ്യം നോക്കട്ടെ വല്ല ഉണ്ടാകുന്നുണ്ട്. കിഴങ്ങ് പുഷ്പമാരെ പൊടി അട്ടടിച്ച് ഗൈസ്. അയ്യോ അമ്മ പരിപാടി നടക്കൂല. ഇനി ആംബുലൻസ് വിളിക്കണം, കൊണ്ടുപോകണം. മെനക്കാണ് ബൈക്കിൽ കയറി പോകും. വെറൈറ്റിയാ ചൂടുവെള്ളത്തിൽ. എന്റെ നൂഡിൽസ് അവന് കൊടുത്തു അല്ലേ? കൂടെ ഇരുന്ന് വെട്ടി വിഴുങ്ങണമായിരിക്കണം. നിങ്ങൾക്ക് ഉടുപ്പുണ്ടോ ഒരാൾക്ക് തരാതെ തിന്നണതിന്? ചോദിച്ചല്ലേ? ഒരുത്തിരുന്ന വേഷം അടിക്കുന്നില്ല. ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. നമ്മളെ പാവം ഒരു കട്ടൻ കാപ്പിയും. ചൂടുവെള്ളത്തിൽ ബൂസ്റ്റ് കലക്കി കുടിക്കണം. ഇത് കൊള്ളാമോ മാഗി? മാഗി കൊള്ളാമോ? ബ്രെഡ് ഓംലെറ്റ് കൊള്ളാം. അനിയത്തിയും ചാച്ചിയും കൂടെ തിന്നണ വയ്ക്കണം ഒരേ മൈൻഡിലിരുന്നു. ബ്രെഡ് ഓംലെറ്റ്. അയ്യോ, ഇനി ഇവിടെ നിന്ന് പോവാൻ മതി.